നമ്മുടെ ഒരു 6 മലയാളികളും കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. നല്ല ബഞ്ചി ജമ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നല്ല അടിച്ചു പൊളിച്ച് നേപ്പാളിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. തിരിച്ചു വന്നിട്ട് അവർ നമ്മുടെ വീട്ടിൽ കയറി. അപ്പൊ ഇവരൊക്കെ അനുഭവങ്ങൾ പങ്കുവയ്ക്കും. ഇവർ തന്നെ പറഞ്ഞോളും എന്നെ സംഭവം എന്നുള്ളത്. ഇനി വരുന്നവർക്കൊക്കെ വിശ്വാസം പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അല്ലെങ്കിൽ യഥാർത്ഥ അനുഭവം പറഞ്ഞോളൂ. അപ്പോഴേ ഇനി വരുന്നവർക്കൊക്കെ വിശ്വാസം അവിടെ യഥാർത്ഥ അനുഭവം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. നമ്മള് എന്താ പറയാ, നേപ്പാള് കുഴപ്പമില്ലാത്ത സ്ഥലമാണ്. പിന്നെ ഭയങ്കര ഡിഫറൻസ് ആയിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഫീൽ ചെയ്യുന്ന ചില ഭാഗങ്ങളിൽ ശരിക്കും നമുക്ക് നല്ല ഡിഫറെന്റ് ആയിട്ട് ഫീൽ ചെയ്യും. ചില ഭാഗങ്ങൾ പിന്നെ ഈ ഭാഗത്ത് കുറച്ച് ചൂടും കാര്യമൊക്കെ ഉണ്ടെങ്കിലും മറ്റു ഭാഗത്തൊക്കെ തണുപ്പ് വരിക. പിന്നെ പൊതുവെ പ്രശ്നമില്ല, നല്ല ഡ്രൈവർ നല്ല ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. നമുക്ക് മോശം അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ കുറേ ലോക്കൽ ഫുഡൊക്കെ ഇവിടുന്ന് എക്സ്പ്ലോർ ചെയ്തു. പിന്നെ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തു. നന്നായിരുന്നു, കുഴപ്പമില്ല മൊത്തത്തില്. അപ്പൊ എന്റെ നമ്പർ യൂട്യൂബിൽ നമ്പർ യൂട്യൂബിൽ അല്ല, ഒരുവിധം എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് കുറെ ആൾക്കാർ ഇവിടെ വരുന്നവർക്ക് അറിയണ്ട. കാരണം ബോബി ചേട്ടൻ ത്രൂ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഞാനും ഇനി എന്റെ ചാനലിലും ബോബി ചേട്ടൻ നമ്പറൊക്കെ കൊടുക്കാം. കാരണം ആർക്കും എന്ത് സഹായം മുമ്പ് ചെയ്തു തരും. അപ്പൊ അങ്ങനത്തെ കേസിൽ ഞാനും നമ്പർ തരാം. ഡീറ്റെയിൽസ് ഒക്കെ ബോബി ചേട്ടന്റെ നമ്പർ ഞാൻ വീഡിയോയിൽ ഇടാം. മൊത്തത്തിലൊരു മിക്സർ വീഡിയോ യൂട്യൂബ് ചാനലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് അടുത്തൊരു 40 പേര് വരും. അതുകൊണ്ടാണ് ഇവർ പെട്ടെന്ന് തിരക്ക് കൂടുതലേക്ക് പോവാ. അപ്പൊ സന്തോഷം. ആരെങ്കിലും പറഞ്ഞു വരാനുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. അപ്പൊ നേപ്പാളിൽ നിന്നും മലയാളികളോടൊപ്പം മലയാളിയായി ഞാൻ. ഓക്കെ, എന്നാ ശരിട്ടോ. ഇനി പൈസക്ക് ബുദ്ധിമുട്ട് വരുമോ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ വിളിച്ചാൽ മതി. ഓക്കെ 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 ഓക്കെ. ജോസഫ് ഓക്കെ. ഓക്കെ ഓക്കെ. അപ്പൊ ഇതാട്ടോ അവര് വന്ന വണ്ടി. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ കേട്ടോ.